നമുക്കിവിടെ ഒരു പൊഴിഞ്ഞു പോയ മാൻകൊമ്പ് പിടിച്ചിട്ട് നമ്മുടെ ഡോക്ടർ ജോ അദ്ദേഹം മാൻകൊമ്പ് പിടിച്ച് ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ആന ചെരിഞ്ഞപ്പോൾ അതിൻ്റെ പല്ല് തലയോട്ടിയുടെ ഭാഗങ്ങളൊക്കെ കാണാം. വേണ്ടി ഫിഷ് പിടിക്കാൻ പോയിട്ടുണ്ട് അല്ലേ? ഫിഷ് അവർ വല വെച്ചിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളല്ലേ ഞാൻ അവളെ ഭാഗത്ത് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരും ചേർന്ന് വീട്ടിക്കുന്ന് ഐലൻഡ്, അത് പറമ്പിക്കുളത്തുള്ള വീട്ടിക്കുന്ന് ഐലൻഡിലേക്ക് പോവുകയാണ്. അവിടെ മൃഗങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇവിടെ ഹോട്ടൽ എവറസ്റ്റിൽ നമ്മൾ എത്തിക്കാം. ഹോട്ടൽ എവറസ്റ്റ് അല്ലേ? ചേട്ടൻ്റെ പേരെന്താ? കണ്ണൻ. കണ്ണൻ ചേട്ടൻ്റെ ചായ എന്തിൻ്റെയാ? പറമ്പിക്കുളം ഡാമിൻ്റെ റിസർവയറിൽ ബോട്ടുണ്ട്. ആ തുഴയണ ബോട്ടിൽ അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരും വീട്ടിക്കുന്ന് ഐലൻഡിലേക്ക് പോകാൻ പോകുകയാണ്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ തുരുത്തുകളൊക്കെ ഉണ്ട് വേനൽക്കാലം ആയതുകൊണ്ട്. പിന്നെ ഡാം റിസർവോയറാണ്. അതിൽ വെള്ളം ഇപ്പോൾ ചെറുതായിട്ട് കുറഞ്ഞിട്ടൊക്കെ ഉണ്ടെന്ന്. കാരണം വെച്ചാൽ ഇത്ര വെയിലല്ലേ. വയറിൻ്റെ അറ്റം വരെ നമ്മുടെ ഈ വണ്ടിയിൽ സാധനങ്ങളൊക്കെ അവിടെ എത്തിച്ച് അവിടെ നിന്ന് വണ്ടി തിരികെ കൊണ്ട് പാർക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മളിവിടെ നിന്ന് ഈ ബോട്ടിൽ കയറി അങ്ങോട്ട് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്, വാച്ചർമാരുണ്ട്. അപ്പം നമ്മൾ ബോട്ടിലേക്ക് സാധനങ്ങളൊക്കെ കയറ്റി നമ്മൾ ആ ഐലൻഡിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മൾ ചെന്ന് കയറാൻ പോവുകയാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ കരകളിലൊക്കെ നമുക്ക് മൃഗങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ആനയെ നമ്മൾ കണ്ടു, അവിടെ നിൽക്കുന്നുണ്ട് ആന. ഓക്കെ. പാലക്കാട് ജില്ല കോടതിയിൽ ഞങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ. വല കെട്ടിയിരിക്കാൻ ഇല്ല. വഴിയിൽ അവിടെ വെള്ളത്തിന് മുകളിലൂടെ ഒരു ചീങ്കണ്ണി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഇത്ര ആളുകളപ്പോ വരില്ലെന്ന്. ഞങ്ങളുടെ അവിടെ അന്ന് മുതൽ പൂരം ആരംഭിക്കാണ്. 10 ദിവസം പടക്കമുണ്ടോ? ഒന്നും എടുക്കാറില്ല. ആകെ 9 ആളുടെ 5 അത് കുഴപ്പമില്ല. ചെളിയുള്ളതുകൊണ്ടല്ലേ സാറേ. അപ്പൊ ബാലൻസ് ഒക്കെ നിങ്ങളുടെ കയ്യിലാണ്. എവിടെയെങ്കിലും നിർത്താൻ പറഞ്ഞാൽ ഞങ്ങൾ നിർത്തി തരാം. ആരെടുത്തുകൊണ്ട് വിടാം. ബാലൻസ് നമ്മുടെ കയ്യിലാട്ടോ. അതുകൊണ്ട് എനിക്ക് നിൽക്കരുതെന്ന് സാറിന് കാണാമല്ലോ. എനിക്കോ? ആ സാറ് പണിയാണ്. എന്റെ ചക്കം പറയാം കേട്ടോ. അതാള് ചെയ്യും. അവനൊരു വാലിന്റെ കുറവുള്ളോ? വാല് മാത്രമില്ല, ഉള്ളത് മാത്രം. നമ്മളെ സ്റ്റഡി ആയിട്ട് നിൽക്കുമ്പോഴാ തല പൊള്ളിയിരുന്നേ. വെള്ളത്തിൽ തണവുണ്ടാവും. ചൂടുള്ളപ്പോൾ വെള്ളത്തിന് തണവായിരിക്കും എന്ന് പറഞ്ഞെടുത്തു. എന്നാൽ വൈകുന്നേരം വെള്ളം ചൂടായിരിക്കും. രാവിലെ ഉച്ച വരെ കണക്കായിരിക്കും. അതെല്ലാ ഡാമിലും മദ്രാസ് ഗവൺമെന്റ് കെട്ടിയ ഡാമാണ്. അന്ന് മദ്രാസ് ഗവൺമെന്റ് കയ്യിലാണ് പാലക്കാട്.
കന്യാകുമാരി അന്ന് കേരളമാണ്. അന്ന് കാമരാജർ കെട്ടിയ ഡാമാണ്. അന്ന് ഡാം കെട്ടാൻ ഐഡിയ ചെയ്ത് ഡാം കെട്ടി 67 ഓപ്പൺ ചെയ്തു. 68, 69 സമയത്ത് ഇത് ചേഞ്ചായി. 67 പാലക്കാട് ജില്ല നിലവിൽ വന്നു. 68, 69 സമയങ്ങളാണ് EMS പറഞ്ഞാണ്. നോക്കിയപ്പോൾ നമ്മുടെ കൈ കിട്ടിയപ്പോൾ നമുക്ക് ഈ വെള്ളം നോക്കിയപ്പോൾ വെള്ളം തുറന്നു വിട്ടാൽ നേരെ അതിനെപ്പള്ളി കടലിലേക്ക് പോകും. ഡാം തുറന്നു വിട്ടാൽ അപ്പോൾ അവർ തന്നെ കൊണ്ടേക്കോളം വന്നു. തമിഴ്നാട് 2 ജില്ലയ്ക്ക് പോയിട്ടുള്ളൂ. കോയമ്പത്തൂർ, കരൂർ. തമിഴ്നാട് പീഡനത്തിന്റെ ഏറ്റവും വലിയ ഇത് കേറ്ററിന്റെ 89 മൈലാണ്, 130 കിലോമീറ്ററാണ്. നമ്മളിപ്പോൾ താമസിക്കുന്ന ദ്വീപില്ലേ, അതിന്റെ അപ്പുറത്ത് ഇതിലേറെ വെള്ളം അതിന്റെ അപ്പുറത്താണ്. വെള്ളത്തിൽ കൂടെ തന്നെ പോയ ഒരു 2 മണിക്കൂറിനുള്ളിൽ വാൽപ്പാറ പോവാം. വാൽപ്പാറ അപ്പോൾ വെള്ളം മാത്രമേ കൊണ്ടുപോകാൻ പറ്റും. വെള്ളം ഒരു പണി അവർക്ക് ചെയ്യാൻ പറ്റും. ഫുള്ളും ഫോറസ്റ്റ് കണ്ടുകൊള്ളാം. ഇവിടെ എന്നെ അറിയാലോ, ടൈഗർ റിസർവിലെ പറമ്പുകളും കേരളത്തിൽ 2ാം സ്ഥാനം പറമ്പുകൾ. ഇത് ടൈഗർ റിസർവ് മാത്രമല്ല, പറമ്പുകളും എലിഫന്റ് വാലിലെ വിഷയത്തിൽ കൂടിയാണ്. ഈ സമയങ്ങളിൽ 1000-ന് മേലാണ് ആനതിൻ്റെ ഇതിന്റെ അടിയിലുണ്ടല്ലേ. അന്ന് ട്രെയിൻ ഇടാൻ അഗ്രിയായിട്ട് ട്രെയിൻ പണി തുടങ്ങി. ട്രാമ്പെ ചാലക്കുടിയിൽ നിന്ന് നേരെ പറമ്പിക്കുളത്തേക്ക് ട്രാമ്പെ തുടങ്ങി പറമ്പിക്കുളം കെട്ടി പൂർത്തീകരിക്കുമ്പോൾ 2007 പൂർത്തീകരിക്കും. ഇവിടുത്തെ മരങ്ങൾ 90 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവുള്ള കാട് മൊത്തം കൊണ്ടുപോയി പറമ്പിക്കുളം ചാലക്കുടി ഡെപ്പോ അവിടെ നേരെ കൊച്ചിയിൽ കൊണ്ടുപോയി ലണ്ടനിലേക്ക് കിടത്തി. ആ ബ്രിട്ടീഷുകാർ പിടിച്ചിട്ട് പോയ ഒരു മരമാണ് കന്നിമര ട്രീ. നിങ്ങൾ കാണേണ്ട മരം 5 ചുറ്റളവാണ്. 48 മീറ്റർ ഹൈറ്റാണ്. നേച്ചർ ടീക്കാ. 7 കിലോമീറ്റർ പോകണം. നിങ്ങൾ ഈ പാക്കേജിൽ വന്നതുകൊണ്ട് നിങ്ങൾക്ക് വണ്ടി പോകാം. ആ സമയത്ത് നല്ല മൃഗങ്ങൾ കാണും. നമ്മൾ രാവിലെ നേരെ അങ്ങോട്ട് പോവാ, നേരത്തെ ഇറങ്ങിയിട്ട്. BSNL റേഞ്ച് ഇട്ടാ അതൊക്കെ ഒന്ന് നോക്കിക്കേ, വെറുതെ ഒന്ന് അറിയാം. വേണ്ട കണ്ണട മാറ്റിട്ട് നോക്കണേ. നമ്മള് വരണ കാരണമാണോ അവൻ കേറി. നമ്മുടെ നേരെ മുമ്പിൽ തന്നെ ഒരു കരിവീരം വന്നിട്ടുണ്ട്. അവൻ വെള്ളത്തിൽ സുഖമായി കുളിച്ച് അവൻ കയറി പോവാണ്. അവൻ സുഖമായി കുളിച്ച് കയറി പോകുന്ന ഒരു സീനാണത്. അവൻ പുല്ല് തിന്നാൻ പോവാണ്. വീട്ടിക്കുന്ന് ഐലൻഡിലേക്കുള്ള യാത്രയുടെ ഇടയിലുള്ള ഒരു ഒറ്റക്കൊമ്പനാണ്. അടുത്തേക്ക് പോണ്ടാ. മെൻ്റാടിക്കല പേടി. ഞാൻ ചേട്ടാ കൂടുതലിൻ്റെ അത് ആന കാണാനില്ലോ. നല്ല ആഴക്കുള്ള ആന കേട്ടോ അത്. നല്ല ഫോണുണ്ട്. ആരെങ്കിലും വന്നിട്ട് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ സൂപ്പറായിട്ടുണ്ട്. ഫോട്ടോ സാധനങ്ങളൊക്കെ അടിപൊളിയാവും. അടിപൊളിയാവുന്ന പറയാം. അതൊക്കെ ഇങ്ങനെ ഒരു സീൻ നമുക്ക് ഇത്ര അടുത്ത് പേടിയാണ്. അതൊക്കെ ശരിയാ. ആൾക്ക് ഇത് ജീവിതത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു മൂമെന്റാണ് ശരിക്കും പറയാം. ശരി ബായ്. കൊമ്പനാണ് കാണാൻ. നല്ല ആഴക്കുള്ള കൊമ്പന. ബാക്കിലത്തെ കാല നമ്മളെ ചുറ്റിട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മോട്ടോർ ബോട്ടുണ്ടെങ്കിൽ ചിലപ്പോ അത് ഓൺ വലിക്കുമ്പോ ഓണായില്ലെങ്കിൽ അല്ലടാ പങ്കായ ഉണ്ടാവില്ല എന്തായാലും. മൊത്തം നമ്മുടെ കാട് കൊണ്ടുപോയി. അതിൽ കന്നിമര തേക്ക് മാത്രമാണ് അന്ന് വിട്ടിട്ട് പോയത്. അതേമാതിരി മരം അവിടെ 7 മരം ഉണ്ടായിരുന്നു. 6 അവൻ കട്ട് ചെയ്ത് കുറ്റിയുണ്ടോ അതാണ് ഈ കാണിച്ചത്. ഈ മരം കട്ട് ചെയ്തപ്പോൾ അന്ന് ബ്ലഡ് വന്നു. വെട്ടിയാൾ അപ്പം തന്നെ വീണ് മരിച്ച്. അങ്ങനെ അവർ ബ്രിട്ടീഷുകാർ പേടിച്ച് വിട്ടു പോയ മരം. അപ്പോൾ അന്നുള്ള ട്രൈബൽ 7 കന്യകളുള്ള മരം എന്നാണ് ഐതിഹ്യം. കന്നിമര ട്രീന്ന് പേര് വരാൻ കാരണം വേൾഡ് അവാർഡൊക്കെ മേടിച്ചിട്ടുണ്ട് ആ മരം. സുമാർ ഈ വർഷത്തെ വില മതിപ്പോൾ 6 കോടിയാണ്. അവർ വൈറസിൽ കണ്ടിട്ട് അല്ല ബാക്കിയിട്ട് ഇതിലേ ബൈനക്കുളറിൽ കണ്ടിട്ട് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചത്.
300ഓളം സ്റ്റാഫ് കാടിന് ചുറ്റുമുണ്ട്. 3000 ക്യാമറയുണ്ട് കാട്ടിനകത്ത്. പുറമെന്നൊരു പുതിയ മുഖം ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. ബസ്സിന് വരുന്ന യാത്രക്കാരനെ അതേ ബദലിപ്പിച്ചു കൊണ്ട് ഒരു ശല്യമില്ല. ശല്യക്കാർ മനുഷ്യരാ, അവരെ കൊണ്ട് ഒരു ശല്യം ഇവിടെ ഇല്ല. പറമ്പ് കൊടുക്കുന്ന സംബന്ധിച്ച് നിങ്ങൾ ഒരു റിപ്പോർട്ടും കണ്ടിട്ടുണ്ടാവില്ല എവിടെ എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ശല്യം ചെയ്യില്ല. ഇപ്പോൾ ആനയെ കണ്ടു, നമ്മൾ കാണിച്ചു കൊടുത്ത് വന്നു. അവിടെ ഒറ്റയും കൂടെ കൂട്ടാനോ ഓടിക്കാനോ നമ്മൾ നിന്നില്ല. ആ മരത്തിനടിയിൽ നിന്നുണ്ടോ? ആ ചെറുത് കണ്ട് ചെറുത് നിങ്ങളെവിടെ ബോട്ട് കെട്ടത് തുമ്മിയ? ഇതിലും ഇതും പോയിട്ടില്ല. ഞാനേ കണ്ടുള്ളൂ. അതിനാണ് ഞാൻ മര്യാദയ്ക്ക് പുറകിൽ തുഴഞ്ഞു വരാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കണം. ഈ സൈസ് 100 രൂപ അവിടെ എടുത്തിടുന്നു മനസ്സിലാവില്ലേ? ലാൻഡ് ചെയ്തു എന്ന് പറയും. അതാ വീട്ടിക്കുന്നിലേക്ക് നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നു. വരുന്ന വഴിയിൽ ആനയെ കണ്ടു, ഒരു മാനിനെ കണ്ടു. അങ്ങനെ സേഫായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഒരു ചീങ്കണ്ണീനെയും കണ്ടു. ഞാൻ കണ്ടില്ല ചേട്ടാ, ചീങ്കണ്ണി കണ്ടു. അപ്പോൾ നമ്മൾ വീട്ടിക്കുന്നിൻ്റെ ഐലൻഡിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനിയാണ് കളി. ഇതൊരു സംഭവബഹുലമായ സ്ഥലമാണ്. ഇതൊരു വർണ്ണിക്കാൻ വാക്കുകളില്ലാത്ത സ്ഥലം. പിന്നെ ഈ വെയിലത്ത് വരുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ചൂട് അല്ലേ ഡോക്ടർ? എങ്ങനെ ചൂട്? ഓക്കെ, അത് പ്രതീക്ഷ വന്നത്. പക്ഷേ ഈ ഒരു സറൗണ്ടിങ്സ് കൊണ്ട് തന്നെ നമ്മുടെ ചൂടൊക്കെ പോയി, തണുത്തു നമ്മൾ. ഓക്കെ, ഇപ്പോൾ ഇനി മഴ വരും എന്നൊക്കെ പറയുന്നുണ്ട് ഇവർ. അപ്പോൾ നമ്മൾ നമ്മുടെ അക്കോമഡേഷനിലേക്ക് മൂവ് ചെയ്യാണ്. നമ്മളെ കൊണ്ടുവന്നാക്കിയ ബോട്ട് തിരികെ പോവാണ്. ഇല്ല, അവിടെ കൊണ്ടുവന്ന് കെട്ടിയിടും അല്ലേ? വേറെ വഴിക്ക് ആന കണ്ടു. അപ്പോൾ ആനയുടെ ശല്യം ഉള്ളത് കൊണ്ടാണ് അവരെ അവിടെ കൊണ്ടുപോയി കെട്ടിയിടുന്നത്, ഇവിടെ ഇടാതെ. അങ്ങനെ വീട്ടിക്കുന്നിലേക്ക് ദാസനും വിജയനും എൻട്രി ചെയ്തിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ തേർവാഴ്ച സംഭവബഹുലമായ ഞങ്ങളുടെ റീൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത് ഈ അതിൻ്റെ അകത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? ഈ ഐലൻഡിലെ 5-10 പേര് മാത്രം. പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന പ്രകൃതി രമണീയമായ ഒരു മനോഹരമായ കാടാണ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുള്ളത്. ഞങ്ങൾ വരുന്ന വഴി ഒരു കൊമ്പനെ കണ്ടു. ഇനി എന്തൊക്കെ കാണാൻ പോകും എന്ന് അത് കണ്ടറിയാം. അതുവരേക്കും വണക്കം. നമുക്ക് താമസിക്കാനുള്ള ഒരു അക്കോമഡേഷനാണിത്. ഓക്കെ, അതൊരു വലിയ സൗകര്യമൊന്നുമില്ല. പുറത്ത് നോക്കുമ്പോൾ ഒരു ഷെഡിൻ്റെ രൂപത്തിലാണ് കാണുന്നത്. ഓ മൈ ഗോഡ്, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ചുറ്റും ഒരു കിടങ്ങുണ്ട് ചുറ്റും. മൃഗങ്ങളുടെ ഒരു ഡയറക്റ്റ് അറ്റാക്ക് ഒഴിവാക്കാനാവും. ഞങ്ങൾ വീട്ടിക്കുന്നിലെ ഈ അക്കോമഡേഷനകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ കാണിച്ചാൽ അവിടുത്തെ സ്ഥിതി എന്താണ്. ഇപ്പോൾ വന്ന വഴിക്കനെ എല്ലാവരും ആ കേട്ടൊക്കെ കയറി വന്ന് ടയേർഡായിട്ട് കിടക്കുക. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ആവശ്യമായ സാധന സാമഗ്രികൾ, പച്ചക്കറി, പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ, ഇപ്പോൾ ചിക്കനോ മറ്റു സാധനമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവരണം. ഇപ്പോൾ ഞങ്ങളിതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കോഴിമുട്ടയൊക്കെ ഉണ്ട്. മുട്ട 1-2 പൊട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് തുറന്നു നോക്കിയാൽ അറിയാം. അത്രയും ചൂട് സഹിച്ചിട്ടാണ് വന്നേക്കണേ. ഇപ്പോൾ എല്ലാവരും ടയേർഡായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരാളിവിടെ വന്ന വഴി കിടക്കുന്നുണ്ട്. ഞങ്ങൾ നേരെ അകത്തേക്ക് കയറാൻ പോവാം. ഇതാണ് ഈ ഒരു ഷെഡ്. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഇതായിരുന്നു തോന്നണേ. ഓക്കെ, ഇവിടെ ചെയറുകൾ ഇട്ടുണ്ട്.
അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഒരു ആവറേജ് അക്കോമഡേഷനാണ് കാണുന്നത്. ഓക്കെ, ഇപ്പോൾ അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇത് ഷെഡ്, സാധാരണ ഒരു ഷെഡാണ്. ഇപ്പോൾ അവർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ സൗകര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് വീട്ടിക്കുന്നിലുള്ള താമസ സൗകര്യം. അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഇതത്ര നല്ല വൃത്തിയും വെടുപ്പും ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. നമുക്ക് ഒരു കാടിനകത്ത് ഇങ്ങനെ ഒരു താമസം എന്ന് പറയുന്നത് തന്നെ അതൊരു വലിയ കാര്യമാണ്. ഈ തണ്ണിമത്തനാണ് നമ്മുടെ ഇപ്പോഴത്തെ ജീവൻ. നിങ്ങൾക്ക് കാണാം ഈ സാധനം. ഇത് പുള്ളിലെ പാടല്ലേ, പുള്ളിലെ പാടത്ത് നിന്ന് നമ്മുടെ കൂട്ടുകാരൻ പൊന്നു സജിത്ത് അവിടെ നിന്ന് ഗംഭീര സാധനം, ഒരു കലർപ്പില്ല, മായില്ല, ആ ഫ്രഷായിട്ടുള്ള വിളഞ്ഞ് കിടക്കണ തണ്ണിമത്തൻ അവിടെ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് അതിനെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് വെടുപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്വാൻ കണ്ടില്ലേ. ഇതാണ് നമ്മുടെ ജീവൻ. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഭക്ഷണ പ്രിയനായിട്ടുള്ള ആള് ടയേർഡായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാരണം ഞങ്ങൾക്ക് തണ്ണിമത്തൻ വലിയ പരിക്കില്ലാത്ത വിധത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ആന നമ്മൾ വരുമ്പോൾ കണ്ടത് തന്നെയാണ്. അതിനെ കാണാം. അതിപ്പോൾ നമുക്ക് സൂം ചെയ്ത് നോക്കി എത്രത്തോളം കിട്ടുന്ന അറിയില്ല. എന്നാലും നമുക്ക് നോക്കാം. നമുക്ക് ഇത് നമ്മൾ കയറി വരുമ്പോൾ കണ്ട ആനയാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ നിറയെ മൃഗങ്ങൾ ഇവിടെ ഉണ്ടാവുമെന്നാണ് പറയണേ. രാത്രിയാകുമ്പോൾ നമുക്ക് നോക്കാൻ എന്താ സ്ഥിതിന്ന്. നമ്മുടെ വിശ്വനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. വിശ്വനാട്ടൻ ട്രൈബ് അല്ലേ? ആ, ഏത് ഊരിലാ? പറമ്പിക്കുളം കടവ് കോളനിയിലത്തെ വിശ്വനാട്ടൻ ഇപ്പോൾ നമ്മളെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കൂടെ വന്ന ആളാണ്. വഞ്ചിയൊക്കെ തുഴഞ്ഞ ആളാണ് വിശ്വനാട്ടൻ. വിശ്വനാട്ടൻ ഇത് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ മൃഗങ്ങൾ വരുമോ? വെളിയിൽ വന്ന് നോക്കുമോ? ഇവിടെ നോക്കുമോ? രാത്രി നമുക്ക് മൃഗങ്ങൾ കിട്ടുമോ? ആ, സാധ്യത ഉണ്ടല്ലേ. ആ, എന്നിട്ടോ? ആ, അപ്പൊ രാത്രി കിട്ടും അല്ലേ? അപ്പൊ പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ. അയ്യോ, ഇത് വീഡിയോ ആണ്. പോരെ, വിശ്വാട്ടനാണ് കേട്ടോ. കടവുൾ കോളനിയിലത്തെ. ആ, കട്ട് ചെയ്തോ. കുറച്ച് സമയം പിടിക്കില്ല. ഉറപ്പായിട്ട് കടുവ കാണും. വെച്ചാൽ ആ കമ്പനി കടുവ കണ്ടിരുന്നോ പോയിട്ട്? പിന്നെ കടുവ അറിയോ? ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു മനോഹാരിത എന്ന് പറഞ്ഞാൽ ഇതിൽ വേറെ വാക്കുകളില്ല. വല്ലതും പറയണ്ട അല്ലേ? ഒരു ഭയങ്കര സംഭവമാണ്. സൂപ്പർ വീഡിയോ. ഹോട്ടലിലൊക്കെ നമ്മൾ ഇവിടെ താമസിച്ചു കേട്ടോ. താമസിച്ചു ഇവിടെയാണ്. ആ ഷെഡിന്റെ പൊട്ടിട്ടാ
ഇത് ഫോറസ്റ്റുകാർ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നോക്കുക, നല്ല വ്യൂ ആണ്. ഇതെന്താ സംഭവം? ഓ, അത് ഇവിടെ കൊണ്ടിട്ടതാണോ നിങ്ങൾ? ഇവിടെ ഈ ആനകൾ തമ്മിലുണ്ടായ പോരിൽ ഒരു ആനയെ വേറൊരു ആന ഇടിച്ച് കൊന്ന് അതിൻ്റെ അസ്ഥി കൂടൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കണ്ടത് നമ്മൾ. അതിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന്. ഓക്കെ, ഇത് ആനയുടെയാണല്ലേ? ഇതാ നമുക്കിവിടെ ഒരു പൊഴിഞ്ഞു പോയ മാൻകൊമ്പ് പിടിച്ചിട്ട് നമ്മുടെ ഡോക്ടർ ജോ അദ്ദേഹം മാൻകൊമ്പ് പിടിച്ച് നിൽക്കെ. ഇവിടെ നമുക്ക് ഒരു ആനകൾ തമ്മിലുള്ള ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ആന ചെരിഞ്ഞപ്പോൾ അതിൻ്റെ പല്ല് തലയോട്ടിയുടെ ഭാഗങ്ങളൊക്കെ കാണാം. നമ്മൾ വീട്ടിക്കുന്ന് ഐലൻഡിൻ്റെ വേറൊരു സൈഡിലേക്ക് തിരിക്കുക. അപ്പോൾ ഇവിടെ നിറയെ കാട്ടുപോത്തിൻ്റെയും പിന്നെ നമ്മളെ ആനയുടെയൊക്കെ പിണ്ടം കാണാൻ സാധിക്കും. ഇവിടെ നിറയെ മൃഗങ്ങൾ ഉള്ള സ്ഥലമാണ്. ഇപ്പം നമ്മുടെ ഈ സമയം ശരിയില്ലാത്തതുകൊണ്ടാവാം. അതുപോലെ തന്നെ ഈ തടാകത്തിൻ്റെ കരയിൽ, ഈ റിസർവോയറിൻ്റെ തടാകക്കരയിൽ സാധാരണഗതിയിൽ മുതലകളൊക്കെ കയറി കിടക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഈ സമയം അവർ ഇര പിടിക്കുന്ന സമയത്ത്. ഓക്കെ, ഈ സമയത്ത് ഉണ്ടാവും. ഈ സമയം ഇര പിടിക്കുകയാണ് കാരണമാണ് പുറത്തുനിന്ന് കിടക്കാത്തത്. അതെ അതെ, അപ്പോൾ സമയം ശരിയില്ല. അപ്പോൾ വളരെ മനോഹരമായിട്ടൊരു സ്ഥലമാണ്, ബ്യൂട്ടിഫുൾ പ്ലേസ്. പ്രത്യേകിച്ചും ഒരു ചെറിയ മഴ വന്നു പോയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല കൂളിംഗാണ് ഇവിടെ. ഫ്രഷ് എയർ ആണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. ശ്വസിക്കുമ്പോൾ തന്നെ ഒരു എനർജിയാണ്, പോസിറ്റീവ് എനർജിയാണ്. മാത്രമല്ല ഒരു ഐസൊലേഷൻ, നമുക്കൊരു ഒറ്റപ്പെടൽ, ഒരു ഏകാന്തതയൊക്കെ ഇവിടെ നമുക്ക് അനുഭവപ്പെടും. കാരണം ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ഗാർഡുമാർ എത്ര പേര്? 5 പേര്. 10 പേര് മാത്രമേ ഈ ഒരു ഇത്രയും വലിയ ഐലൻഡിലുള്ളൂ.
അപ്പോൾ അതന്നെ ഫിഷ് വൈകുന്നേരം അവർ ഇവിടെ തന്നെ നമുക്ക് വേണ്ടി ഫിഷ് പിടിക്കാൻ വേണ്ടി അല്ലേ, ഫിഷ് അവർ വല വെച്ചിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ടേസ്റ്റാണെന്ന് പറയുന്നത്. കാരണം ഇത് ശുദ്ധ, നമുക്ക് വെള്ളം പ്യുവർ വാട്ടറാണ്, നമുക്ക് കുടിക്കാം, ഈ വെള്ളം കുടിക്കാന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവർ മറ്റേ യന്ത്രവൽകൃത ബോട്ടുകളല്ല, ഇത് തുഴഞ്ഞിട്ടാണ് റോവിങ് നടത്തി അവർ നമ്മളെ ഇവിടേക്ക് എത്തിക്കുക ചെയ്തത്. അപ്പോൾ നമ്മൾ വേറൊരു എൻഡിൽ വന്നിരിക്കുകയാണ്. ഇത് വേറൊരു വൈബാണ് ഈ പ്ലേസ്. ഇതേക്കുറിച്ച് വാക്കുകളില്ല വർണ്ണിക്കാൻ. ഇത്രയും നമ്മുടെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഇത് കണ്ടെത്താൻ നമുക്ക് പറ്റുകയെന്ന് പറഞ്ഞാൽ തന്നെ വളരെ നല്ല ഒരു അനുഭവമായിരിക്കും. ആൾക്കാർ മാന്തി കൊണ്ടുപോയിണ്ടാവും. എന്തതിന് പറയാ? നന്നങ്ങാടി. അപ്പൊ ഇതെങ്ങനെ ഇവിടെ വന്ന്? ഇവിടെയൊക്കെ പണ്ട് മറ്റേ ബ്രിട്ടീഷിന്റെ കാലത്തെ ഡാമുകെട്ട് കാലത്ത് ആ കല്ല് കണ്ടാലും അറിയാൻ നിൽക്കുന്നത് സെൻട്രലൊക്കെ നന്നങ്ങാടി എന്ന് പറയുന്നത്. ഇവിടെ തകർന്ന് പോയിട്ടുള്ളതാണ്. എല്ലാം ഇനി കുറെ കൂടെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഭാഗം കംപ്ലീറ്റ് അതിട്ടുണ്ടാവും. അതെ. ഓരോ വേഷം കെട്ടി നടന്നുകൊണ്ടിരിക്കും. കാലക്കടിക്ക് മാറ്റി ഇതിനെന്തിനാ കാണാനാ? സ്റ്റില് വീഡിയോ മതിയാ. ഇത്രയാണോ? ഇങ്ങനെ തിരിഞ്ഞു നടക്ക്. ഇതിങ്ങനെ ഇതിന് മാത്രം താഴത്തേക്ക് നോക്കണ്ട. താഴത്തേക്ക് നോക്കണം എന്റെ പ്രശ്നം. ഇത് പ്രോബ്ലാ. അങ്ങോട്ട് വാങ്ങി നിന്നിരിക്കും. ഇതിങ്ങനെ ഇരിക്കണം. ഇങ്ങനെ ഇരുന്നു വാ. ഇങ്ങനെ ഇങ്ങനെ പറ്റുവാ. അങ്ങനെ വന്നോ. എന്നിട്ട് മൂടിയിരുന്നോ നീ? കണ്ടാ കമോൺ. ഞാൻ ഈ ഗുണകേവില്ലേ അവിടെ പില്ലർ റോക്കിന്റെ മേലെ ഇട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ എടുത്തിട്ട് മേലെ മൂടി ഇറങ്ങിയിട്ട് പോകുന്നു പേടിച്ചിട്ട്. മരിയാണ്ട ട്രഞ്ചല്ലേ? നിങ്ങൾ കൊച്ചം കുത്തിയിട്ടാ പറഞ്ഞത്. ഞാൻ സജീവ ഒറ്റക്കാലം എങ്ങനെയാണ് വരാം. എങ്ങനെ വേണമെങ്കിൽ കിടക്കാം. കുറച്ച് 5:30 സമയം ഞങ്ങൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരു ഇരുട്ടുണ്ടല്ലേ, കാണാനില്ല. 5:30 സമയത്ത് ഞങ്ങൾ വീട്ടിക്കര കുന്നിലെ ഐലൻഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു. മൃഗങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കണേ. ഞങ്ങളുടെ വഞ്ചി ബോട്ടൊക്കെ അവിടെ റെഡി ആയിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, മുളവഞ്ചി എടുക്കുന്നുണ്ട്. ഇതിന് മീൻ പിടിക്കാൻ വേണ്ടി നമുക്ക് ഇന്നലെ രാത്രിക്ക് ആവശ്യമായ മത്സ്യമൊക്കെ ഇതിലൂടെയാണ് അവർ പോയി പിടിച്ചുകൊണ്ടത്. സമയം 5:30 സമയം. ഞങ്ങൾ വീട്ടിക്കുന്ന് ഐലൻഡിൽ നിന്ന് തിരിച്ച് പറമ്പിക്കുളം ഭാഗത്തേക്ക് യാത്ര പോവാണ്. സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. ഈ സമയത്തിൻ്റെ ഒരു മനോഹാരിത, അതിൻ്റെ ഒരു ഫീല് നമുക്കത് വർണ്ണിക്കാൻ പറ്റാത്ത മാതിരി ഒരു അനുഭവം തന്നെയാണ്.
നമ്മുടെ ബോട്ട് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് പോയ മൃഗങ്ങളെയൊക്കെ വഴിയിൽ കാണാമെന്നാണ് പറയണേ. ഫോട്ടോ ക്ലിയർ ആവുമ്പോഴത്തേക്ക് അപ്പോൾ വീട്ടിൽ ബൈ. സംഭവബഹുലമായ വീട്ടിക്കുന്ന് യാത്ര ഇവിടെ നിന്നും പര്യവസാനിക്കുകയാണ്. ഓക്കെ. കഴിഞ്ഞ കൊല്ലം ഒരു 2 പെൺകുട്ടികളും 3 പിള്ളേരുണ്ടാവും. 2 ദിവസം താമസം. പിറ്റേ ദിവസം പാൽച്ചയിൽ പോകണം. നേരത്തെ മാഗിയൊക്കെ ഉണ്ടാവും. കഴിച്ചിട്ട് നോക്കുമ്പോൾ നമ്മുടെ റൂമിൻ്റെ നേരെ തോട്ടിൽ തന്നെ കിട്ടും ഒരു കൂട്ടാണ്. അതിൽ ഭയങ്കര ഒച്ച. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എല്ലാവരും വരും, ആനയെ കാണാൻ പറഞ്ഞ് മേലിൽ കൂടെ കയറ്റി ഒക്കെ ടൗസറായിട്ടിരിക്കും. ഞാൻ ഈ പാൻറ്റും വേറെ ടീഷർട്ട് ഉണ്ടായില്ല. എനിക്കറിയാം കൊതുകടി. വലപ്പൊന്ത് 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 ഇപ്പുറത്ത് മാത്രം നോക്കിക്കോ. ഇവിടെ താഴ്ച കുറവാണ് സാർ. മറക്കൂട്ടമൊക്കെ ഉണ്ട്. വണ്ടി ഇവിടെ ഇവിടെ ഉരുണ്ടക്കല്ല് കിടക്കണ്ടല്ലേ ഇവിടെ ഇവിടെ. പെട്ടെന്ന് കാണില്ല മരത്തോളം. ബോട്ടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അടുത്ത ഗസ്റ്റ് പോലെ. അങ്ങനെ വീട്ടിലേക്കൊന്ന് യാത്ര കഴിഞ്ഞ് അച്ഛനും അങ്കിൾമാരും മടങ്ങിയിരിക്കുകയാണ്. പിന്നെ ഈ സ്ഥലത്തേക്ക് പോവാൻ പാടില്ല എന്നല്ല പറയുന്നത്, പക്ഷെ അത് നിങ്ങളുടെ ഓൺ റിസ്കിൽ പോകണം. എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലെ മുതലുകളുണ്ട്, ഇതിലെല്ലാ മൃഗങ്ങളും അവിടെ ഉണ്ട്. അതുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.